അച്ഛൻ്റെ ഒരു കാര്യം എന്താ? ചില സമയത്ത് അച്ഛൻ എന്ത് കോമഡി ആവുമ്പോ ചിരിച്ചിരിച്ചാണ് വയറൊക്കെ വേദന എടുക്കണം എനിക്ക്. അച്ഛൻ എന്ത് കോഴി പറഞ്ഞാലും നിന്ന് ചിരിച്ചോളൂല്ലോ വീട്ടുകള്. അല്ല അച്ഛൻ എന്ത് വീട്ടിത്തരം കാണിച്ചാലും നീയൊക്കെ നിന്ന് ചിരിച്ചോളൂല്ലോ എന്ന്. അല്ലമ്മ, ചേട്ടന്റെ ഓഫീസിലെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിരുന്നു. അപ്പൊ അച്ഛന്റെ വർക്ക് സൈറ്റിലെ മറ്റേ മേശരി ഉണ്ടല്ലേ മാർത്താണ്ടത്തെ, പുള്ളിയുടെ അമ്മയടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ച് എന്ത് രസം അച്ഛൻ പറഞ്ഞേക്കാന്നറിയോ. ചില സമയത്തുണ്ടല്ലോ അമ്മ, അച്ഛന്റെ കോമഡി ടോപ്പ് കോമഡിയാണ്. അച്ഛന്റെ കോമഡി മാത്രമല്ല ടോപ്പ്, അച്ഛന്റെ വില്ലത്തരം അതിനേക്കാൾ ടോപ്പാണ്. കണ്ടിട്ടില്ലല്ലോ? രസം തന്നെ. ഇതൊക്കെ രസം വേറെ ഒന്നുമില്ലടാ. ഇവിടെ മണിയമേശ്വരി ഉണ്ട്. മണിയമേശ്വരി ചില ഈ മരണ വീട്ടിൽ ചെല്ലി സഞ്ജയന്റെ വീട്ടിൽ അടിയന്തര വീട്ടിലൊക്കെ അതല്ല, മാർത്താണ്ഡ മേശ്വരി ഇല്ലേ അതിന്റെ അതോറ അമ്മ മാർത്താണ്ഡ മേശ്വരി അമ്മേനെ വിളിക്കണം. പറ കയ്യില് കുറെ സ്റ്റോക്ക് ഉണ്ടല്ലോ, പറ. മാർത്താണ്ഡ മേശ്വരി അമ്മ വിളിക്കുന്ന സ്റ്റൈലുണ്ട്, ഒരു വല്ലാത്ത സ്റ്റൈലാണ്. അപ്പൊ അമ്മ മാർത്താണ്ഡ മേശ്വരി വിളിക്കുകയാണ്. അപ്പൊ അമ്മ അവിടെ നിൽക്കും. അമ്മ എനിക്ക് പറയാൻ എടാ അവളെന്താ സീരിയസ് ആയിട്ടിരിക്കണത്? എനിക്ക് ചിരി വരണില്ല. ചെയ്യാത്തത് എനിക്ക് ചിരി വരുന്നില്ല. ചിരി വരാതെ ചിരിക്കാൻ പറ്റുമോ? നിർബന്ധിപ്പിച്ച ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുമോ? എന്നാ ചിരി എഴുതിച്ചാൽ മതി. അമ്മ വേറെന്താ ടെൻഷൻ? ഞങ്ങൾക്ക് വേണ്ടി പറയുന്നത് മൂട് വേടേ നമ്മ നിങ്ങൾ എന്താ ആട്ടിനെ പിടിച്ച് തെങ്ങിനെ വിട്ട് കെട്ടിക്കണത്? അവസരം ആടൊക്കെ ഇങ്ങനെ വലിക്കുമ്പോ തെങ്ങിന് തേങ്ങ തല വലിച്ച് മറ്റുള്ളത്. അയ്യോ അയ്യോ പാടാ, അത് ചിരി ചിരി ശ്വാസം പിടി ചാവും. അത് എന്നെ വന്ന് പറയരുത്. അങ്ങനെ മണിയമേശ്വരി നടത്തേക്ക ഇവിടെ വെച്ചാൽ കാണിക്കില്ല. അച്ഛൻ കാണിക്കില്ല. മണിയമേശ്വരി നടത്തേക്ക ഭയങ്കര വേണ്ട മരണം ഇവിടാണ് ഇങ്ങനെ നടക്കുള്ളൂ. ശവത്തിന് കുഴി എടുത്തിട്ടുണ്ട്. ഒരാടി നിങ്ങളുള്ള കുഴിയാണ് എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾ കഥപ്പേ തൊണ്ട ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടിട്ട് അടക്കി അതിന് നിങ്ങൾ ബോഡി അഴിയിപ്പോ. അതിന് മുമ്പ് വേണമെങ്കിൽ എടുത്ത് കത്തിക്കും. ഇനി മതി. ഇനി അവസരം ചിരി ചിരി ശ്വാസം മുട്ടിയ അവസാനം അച്ഛനെ സത്യം കേട്ടോ. അയ്യോ അമ്മ എങ്ങനെയുണ്ട്? ദൈവം പോലും പൊറുക്കൂല. ദൈവം പോലും പൊറുക്കൂലേ? ആ ഈ കോമഡി കണ്ടിട്ട് ദൈവം പോലും പൊറുക്കൂലെന്ന്. മകളെ അടുത്ത് അച്ഛൻ പിന്നെ പറഞ്ഞു കേട്ടാ. കൊണ്ട് പഠിപ്പിപ്പോ അച്ഛൻ ഇപ്പൊ കാണിച്ച സാധനം ഞാൻ കാണിച്ചാ. നീ മുട്ട ഇടും. മൊട്ടേ സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരും. അങ്ങനല്ല, കാണിച്ചു തരാൻ നോക്കാം. കാണിച്ചാരോ? നീ അച്ഛൻ ചിരിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അച്ഛൻ ചിരിച്ചാ ഞാൻ കാണിച്ചിട്ടില്ലേ? ചേട്ടനെ ആദ്യം കാണിച്ചു തരാം, അച്ഛനെ പിന്നെ കാണിച്ചു കൊടുക്കാം. അയ്യോ എന്തൊരു ചിരി! ചിരിപ്പിച്ച് വലിപ്പിച്ച് പിള്ളേരെ കയ്യിലെടുത്തല്ലേ. എടീ ബാല് വിചാരിച്ച ഒരാളെ ഈസി ആയിട്ട് കയ്യിലെടുക്കും. നിന്നെ ഈസി ആയിട്ട് കയ്യിലെടുത്തില്ലേടി. അതീന്ന് ഈസി ആയിട്ട് ഞാൻ പിള്ളേരെ കയ്യിലെടുക്കും. ഇതെങ്ങാനും ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ തീരും അതോടെ. ഞാനേ നെയ്യാറ്റിങ്ങനോട്ട് ഒരു പോക്കങ്ങ് പോവും. കുടുംബക്കാരെല്ലാം ഇതറിയും. നീ നിന്റെ കുടുംബം ഉണ്ടല്ല നിന്ന് കത്തും. ശരിക്കും നിങ്ങൾ കൊമേഡിയനാണോ വില്ലനാണോ? നല്ല എണ്ണം പറഞ്ഞ കോമഡി വില്ലൻ കേട്ടാ. എന്താണ് ആലോചിക്കണ്ട നീ? എന്താ